ഹലോ ഗൈസ്, ഇന്നൊരു അടിപൊളി ഒരു ട്രക്കിങ്ങിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ പോണ സ്ഥലം വന്നിട്ട് സാവൻ ദുർഗ, ബാംഗ്ലൂരിനോട് 60 കിലോമീറ്റർ ഉണ്ട്. പിന്നെ കെങ്കേരി എത്തിയ ഉടനെ നമ്മൾ ചായ കുടിക്കാൻ നിർത്തി. ചായ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ വെതർ വാസ് വെരി ചിൽഡ്. ചായ കുടിച്ച് കഴിഞ്ഞ ഉടനെ നേരെ വണ്ടി വിട്ടു. നമ്മൾ 6:30 ആയപ്പോൾ സാവൻ ദുർഗ എത്തി. അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് സൂപ്പർബായിരുന്നു. നല്ല ക്ലൈമറ്റും, റിയലി എൻജോയ്ഡ്. സാവൻ ദുർഗ വന്ന ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ്. 14th century ഹൊയ്സല ഡൈനസ്റ്റി റൂൾ ചെയ്തയാ. അത് കഴിഞ്ഞിട്ട് കെമ്പേഗൗഡ, ടിപ്പു സുൽത്താൻ, പിന്നെ ബ്രിട്ടീഷ് റൂൾ ചെയ്ത സ്ഥലമാണ്. ടിപ്പു സുൽത്താൻ സമയത്ത് ഇവിടെ പ്രിസണേഴ്സിന് പണിഷ്മെൻറ്റിന് വേണ്ടി ഇവിടെ കൊണ്ടുവരുമായിരുന്നു. മേലിൽ കയറുന്നതനുസരിച്ച് കുറച്ച് റിമെയിൻസൊക്കെ കാണാം. കെമ്പേഗൗഡ പണിഞ്ഞയും പിന്നെ ടിപ്പു സുൽത്താൻ്റെ ആണെന്ന് പറയുന്നു. പിന്നെ നമ്മൾ 9 മണിക്ക് വരാനാണ് പറഞ്ഞത് ട്രക്കിങ്ങിന്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മൾ 6:30 അവിടെ എത്തി. അപ്പോൾ എന്നാലും അവിടുത്തെ ഫോറസ്റ്റ് ഗാർഡ് നമ്മളെ പെർമിറ്റൊക്കെ തന്നു. എൻട്രൻസിൽ തന്നെ നമുക്ക് വേണ്ടി ഇനിയൊരു ഫോറസ്റ്റ് ഗാർഡ് വെയിറ്റ് ചെയ്യുമായിരുന്നു ട്രക്കിംഗ് തുടങ്ങാൻ വേണ്ടി. നമ്മൾ ടോട്ടലി 5 പേരുണ്ടായിരുന്നു. പിന്നെ പുറത്തു നിന്ന് 2 പേര്, പിന്നെ ഫോറസ്റ്റ് ഗാർഡ് ചേർത്ത് 8 പേര് നമ്മൾ ട്രക്കിംഗ് തുടങ്ങി. ഇത് കണ്ടപ്പോഴേ മനസ്സിലായി ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഈസി. ഞാൻ വിചാരിച്ചു സാധാ ഒരു ട്രക്കിംഗ് ആയിരിക്കും, ഫോറസ്റ്റിനോട്ട് ജസ്റ്റ് നടന്നു പോയാൽ മതിയെന്ന്. ആദ്യമായിട്ട് ഒന്നും റിസർച്ച് ചെയ്യാതെ നേരെ ട്രക്കിങ്ങിന് പോയേ. സ്റ്റാർട്ടിങ് കുറച്ച് കയറിയ ഉടനെ ഞാൻ ഭയങ്കര ടയർഡാവാൻ തുടങ്ങി. ഞാൻ മാത്രമല്ലായിരുന്നു, സാമച്ചാനും പിന്നെ കിരണും ഒക്കെയും ഭയങ്കര ടയർഡായിരുന്നു. പിന്നെ നമ്മുടെ ജോയിലും പിന്നെ അലക്സും ദേ വർ വെരി ആക്റ്റീവ്. നല്ല സ്മൂത്തായിട്ട് കയറി പോകുമായിരുന്നു. സോ നിങ്ങളിവിടെ വരുവാണെങ്കിൽ പ്ലീസ് ബി വെരി മൈൻഡ്ഫുൾ. എവറി സ്റ്റെപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഫോണൊക്കെ ആദ്യം യൂസ് ചെയ്യല്. എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ ഫോണും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ഫോറസ്റ്റ് ഗാർഡ് കൂടെ ഉണ്ട് എപ്പോഴും. പുള്ളി പറയുന്ന അനുസരിച്ച് തന്നെ നമ്മൾ മേപ്പോട്ട് കയറുക. മേപ്പോട്ട് കയറുന്നതനുസരിച്ച് വ്യൂ ഇസ് ബ്യൂട്ടിഫുൾ. അപ്പുറത്തെ മലയും കാര്യങ്ങളും പിന്നെ സൺറൈസും ഇസ് റിയലി നൈസ്. നല്ല വ്യൂ ആയിരുന്നു. പിന്നെ കുറച്ച് കയറിയ ഉടനെ അലക്സ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അവിടെ ചെറുതായിട്ട് ബ്രേക്ക് എടുത്തു. പിന്നെ അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് സന്തോഷമായി എല്ലാവരോട് സംസാരിച്ച് മേപ്പോട്ട് കയറുമായിരുന്നു. പിന്നെ നമ്മളിവിടെ ഒറ്റയടി കയറാൻ ഒക്കത്തില്ല. നല്ല റെസ്റ്റൊക്കെ എടുത്ത് പതുക്കെ കയറിയാൽ മതി. ഫോറസ്റ്റ് ഗാർഡ് നല്ല സപ്പോർട്ടീവാണ്. എന്തെങ്കിലും അൺഈസിനെസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ ഫോറസ്റ്റ് ഗാർഡ് പറയുക. ഫോറസ്റ്റ് ഗാർഡ് അതിനനുസരിച്ച് നെസസറി സ്റ്റെപ്സ് എടുക്കും. പതുക്കെ തിരിച്ച് റെസ്റ്റൊക്കെ എടുത്ത് പതുക്കെ കയറാൻ തുടങ്ങി. കയറിനനുസരിച്ച് കുറ്റിക്കാടും പിന്നെ മരങ്ങളൊക്കെ നമുക്ക് കാണാം. അത് നല്ല റിഫ്രഷിങ്ങാണ്. മലയുടെ മണ്ടി കയറിനനുസരിച്ച് സോ ബ്യൂട്ടിഫുൾ. അവിടുത്തെ വ്യൂ, സീനിക് വ്യൂ അടിപൊളിയായിരുന്നു. തൊട്ടപ്പുറത്തെ മലയും പിന്നെ കംപ്ലീറ്റ്ലി കോട കൊണ്ട് നിറഞ്ഞിരിക്കുക. പിന്നെ സൂര്യനിങ്ങനെ ഉദിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വണ്ടർഫുൾ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നല്ല കാറ്റ് അടിച്ച് കയറുമായിരുന്നു. നല്ല തണുത്ത കാറ്റും പിന്നെ അവിടുത്തെ വെതറും പിന്നെ ആ സീനിക് വ്യൂ ഒക്കെ കണ്ട് പതുക്കെ കയറി ഈ കുട്ടി കാടിനകത്ത് കയറി പോകുമ്പോഴല്ലയോ സൂപ്പർ, വെരി റിഫ്രഷിങ്ങാണ്. ട്രക്കിംഗ് നല്ല ചാലഞ്ചസ് ഉണ്ടായിരുന്നു. നല്ല സ്റ്റീപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ഈസി ഫോർ ബിഗിനേഴ്സ്. ഓൾവേസ് ഇവിടെ വരുന്ന മുമ്പേ 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പേ തന്നെ നല്ലതായിട്ട് ഒന്ന് എക്സസൈസ് ചെയ്യുക, വാമപ്പ് ചെയ്ത് ഇങ്ങോട്ട് വന്നാൽ മതി. ബിഗിനേഴ്സിന് ഇറ്റ്സ് നോട്ട് ഈസി. ഇവിടെ ട്രക്കിങ്ങിന് വരുവാണെങ്കിൽ 6 മണിക്ക് സ്ലോട്ട് എടുത്താൽ മതി. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. പിന്നെ അധികം ചൂടടിക്കാതെ നിങ്ങൾ മേലിൽ കയറി പോവാം. കുറച്ച് ദൂരം എത്തിയപ്പോൾ ഞാൻ ഭയങ്കര ടയർഡാവാൻ തുടങ്ങി. പക്ഷേ ജോയലും അലക്സും സുഖമായിട്ട് കയറി പോവുക. ഫിറ്റ്നസ് ഫ്രീക്കാണ്. നല്ല ജിമ്മും പിന്നെ ഫുട്ബോളൊക്കെ കളിക്കുന്ന പിള്ളേരാണ്. സോ ഇറ്റ് വാസ് റിയലി ഈസി ഫോർ ദം. പിന്നെ എൻ്റെ തൊട്ടുപുറയിൽ സാംചാനും പിന്നെ കിരണും ഉണ്ടായിരുന്നു. അവർ വെരി ടയർഡാവാൻ തുടങ്ങി അവരും. അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ നിങ്ങളെല്ലാം ഒരുമിച്ച് പതുക്കെ മേപ്പോട്ട് കയറി പോയാൽ മതി. പിന്നെ ഫോറസ്റ്റ് ഗാർഡും നല്ല സപ്പോർട്ടീവ് ആയിരിക്കും. ഫോൺ യൂസ് ചെയ്യുന്ന വെരി ഡേഞ്ചറസ്. എവറി സ്റ്റെപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റാണ്. സോ പ്ലീസ് ബി മൈൻഡ്ഫുൾ. കുറച്ച് നേരം ബ്രേക്ക് എടുത്ത് കഴിഞ്ഞ ഉടനെ നമ്മുടെ കിരൺ വന്നു. പിന്നെ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങി. മേലിൽ കയറിയ ഉടനെ അവിടെ സ്മൈൽ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഏറ്റവും മേലിൽ പോയിട്ട് ഒന്ന് ശരിക്കും സ്മൈൽ ചെയ്യണമെന്ന്. ഒത്തിരി അടുത്ത് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. എനിക്ക് നല്ല മഴയായിരുന്നു. ഈവൻ റൈറ്റ് സൈഡിലും വെള്ളം കെട്ടിക്കിടക്കുമായിരുന്നു. ഇനി മലയമേലിൽ പോകുമ്പോഴും ഒത്തിരി സ്ഥലത്ത് നമുക്ക് കാണാം. മാൻ, എത്ര സ്റ്റീപ്പാണെന്ന് നോക്ക്. മേലിൽ കയറുന്നതനുസരിച്ച് വ്യൂ ഇസ് ബ്യൂട്ടിഫുൾ. ഞാൻ വിചാരിച്ചു ഇത് കംപ്ലീറ്റ്ലി ഡെസേർട്ടഡാണെന്ന് വിചാരിച്ചു. പക്ഷേ ഒത്തിരി മരങ്ങളും കുട്ടിച്ചെടികളൊക്കെ നമുക്ക് കാണാം. ശരിക്കും ടയർഡായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. പതുക്കെ കയറി പോകുമായിരുന്നു. നമ്മുടെ ജോയലും അലക്സും നല്ല എൻകറേജ് ചെയ്യുമായിരുന്നു കയറി വരാൻ വേണ്ടി. പിന്നെ നമ്മൾ വാട്ടർ ബോട്ടിൽ നമ്മൾ ക്യാരി ചെയ്തില്ല. നിങ്ങൾക്ക് മേലിൽ പോകുമ്പോൾ വാട്ടർ ബോട്ടിലും സ്നാക്സും ക്യാരി ചെയ്യാം. പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും അവിടെ ഇടല്. ലെറ്റ്സ് കീപ് ദ എൻവയോൺമെൻറ്റ് സേഫ് ആൻഡ് ക്ലീൻ. ഇവിടെ ട്രക്കിംഗ് നിങ്ങൾ വരുവാണെങ്കിൽ നല്ല ഗ്രിപ്പുള്ള ഷൂസൊക്കെ ഇട്ടിട്ട് വന്നാൽ മതി. പ്ലീസ് ചപ്പലിട്ടുണ്ട് ഇവിടെ വരല്. സ്ലിപ്പാവാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ മഴ സമയത്ത് ഐ ഡോണ്ട് റെക്കമെൻഡ് ദിസ് പ്ലേസ്. നല്ല വ്യൂ ഒക്കെ ആയിരിക്കും മഴ സമയത്ത്, പക്ഷേ നല്ല സ്ലിപ്പാവാൻ നല്ല ചാൻസ് ഉണ്ട്. വരുവാണെങ്കിൽ അതിനനുസരിച്ച് പ്രിക്കോഷനൊക്കെ എടുത്ത് വന്നാൽ മതി. ഞാൻ റിയലി എൻജോയ് ദിസ് ട്രക്ക്. പതുക്കെ മേലിൽ കയറി പോകുമ്പോൾ അലക്സ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ജോയൽ പതുക്കെ മേലിൽ കയറി പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഓൺ ദ വേ നമ്മുടെ സാംചാൻ വെരി ടയർഡായി
പിന്നെ ഈ ഗേവ് അപ്പ്. പിന്നെ അച്ഛൻ അവിടെ തന്നെ റെസ്റ്റ് എടുത്തു. മല കയറാൻ തുടങ്ങിയതുള്ളൂ. അപ്പം സാംസൺ അവിടെ സേഫായിട്ട് അവിടെ റെസ്റ്റ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അവർ ഏറ്റവും മേലിൽ പോകുന്ന അനുസരിച്ച് എപ്പോഴും ഗ്രൂപ്പായിട്ട് കൂടെ ഇരിക്കുന്ന ഏറ്റവും നല്ലത്. സിൻസ് ഇറ്റ്സ് സ്റ്റീപ്പ് ആൻഡ് നമ്മളെപ്പോഴും നമ്മുടെ ഫോറസ്റ്റ് ഗാർഡിനോട് തന്നെ ഇരിക്കണം. പിന്നെ നമ്മളിവിടെ വന്ന 2 പിള്ളേർ അടിപൊളിയായിട്ട് മേലിൽ കയറിപ്പോയി. നമ്മളായിരുന്നു ഏറ്റവും ടയർഡായ. പക്ഷേ കുഴപ്പമില്ല, വി നീഡ്ന്റ് ഗിവ് അപ്പ്. പതുക്കെ കയറി പോകുമായിരുന്നു. ഇറ്റ് വാസ് റിയലി ഫൺ, അടിപൊളിയായിരുന്നു. ഇപ്പോൾ അലക്സ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇപ്പോൾ ട്രക്ക് കയറാൻ തുടങ്ങിയതുള്ളൂ, പക്ഷേ ബിക്കം വെരി ടയർഡ്. നല്ല ഓസം എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുത്തെ വ്യൂ കയറുന്നതനുസരിച്ച് വ്യൂ വാസ് റിയലി ബ്യൂട്ടിഫുൾ. നല്ല കാറ്റ്, അടിപൊളി, സൂപ്പർബ്. താഴെ നോക്കുമ്പോൾ കിരൺ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ മല കയറുന്നതനുസരിച്ച് ഡിഫിക്കൽട്ടി ടാസ്കൊക്കെ കൂടാൻ തുടങ്ങി. ഭയങ്കര പേടിയാവാൻ തുടങ്ങി. ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ ഈസി. പിന്നെ നമ്മുടെ ഫോറസ്റ്റ് ഗാർഡ് പോകുന്ന രീതി തന്നെ നമ്മൾ പോകാൻ തുടങ്ങി. ഈ സിക്സാക്കായിട്ടാണ് പുള്ളി പോകുന്നത്. പിന്നെ അതേ രീതി ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നമുക്ക് എപ്പോഴൊക്കെ ടയർഡ് ആവുന്നുണ്ടോ ഫോറസ്റ്റ് ഗാർഡോട് പറഞ്ഞാൽ മതി, വി ക്യാൻ ടേക്ക് എ ബ്രേക്ക്. ഈ സ്റ്റീപ്പ് ആയതുകൊണ്ട് നല്ല പാടാണ് മേപ്പോട്ട് കയറി പോകാൻ വേണ്ടി. മേലിൽ പോകുന്നതനുസരിച്ച് നല്ല സർപ്രൈസ് ആയിരുന്നു. കുഴിയാണ് എൻ്റെ നെസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടു. തൊട്ടപ്പോൾ പ്രാക്ടീസും പിന്നെ സൂര്യൻ ഉത്തേച്ച് വരുന്ന സീനൊക്കെ കണ്ട് സന്തോഷമായിട്ട് മേപ്പോട്ട് കയറി പോകായിരുന്നു. തൊട്ടപ്പുറത്ത് ആ ഹിൽ വ്യൂസൊക്കെ സൂപ്പർബായിരുന്നു. നല്ല കോടയൊക്കെ കൊണ്ട് ഫുള്ള് അടിപൊളി, നല്ലൊരു വൈബായിരുന്നു. എൻ്റെ പ്ലാൻ വന്നിട്ട് ഒരു 10-15 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക, പിന്നെ പതുക്കെ കയറി പോവുക. പിന്നെ ജോയലും അലക്സും കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ഫോറസ്റ്റ് ഗാർഡിൻ്റെ കൂടെ. സൂപ്പർബായിരുന്നു. നല്ലൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് പതുക്കെ മേപ്പോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഓ മൈ ഗോഡ്, ഇതായിരുന്നു ഏറ്റവും ടഫ്. എങ്ങനെ കയറിയെന്ന് അറിയത്തില്ല, പക്ഷേ ഇറ്റ് വാസ് റിയലി വെരി ടഫ്. പിന്നെ അടിപൊളി ഗ്രീനറി ഒക്കെ കണ്ട് എവിടെയൊക്കെ സോയിലുണ്ട് അവിടെ ലൈഫുണ്ട്. സൂപ്പർബ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഫുള്ള് സ്റ്റോൺ ആയിരിക്കും ഇവിടെ, പക്ഷേ നല്ല സോയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല വാട്ടർ ബോഡിയൊക്കെ ഉണ്ട്. അടിപൊളി. പിന്നെ നമ്മുടെ ആരോ മാർക്ക് അനുസരിച്ച് മേലിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും ഡിഫിക്കൾട്ട് ചാലഞ്ചിങ് സമയമായിരുന്നു ഇപ്പം. ആ സ്റ്റീപ്പ് കാണുമ്പോൾ നല്ലൊരു പേടി വരും. പക്ഷെ കുഴപ്പമില്ല, എങ്ങനെയോ റെസ്റ്റ് എടുത്ത് പതുക്കെ മേപ്പോട്ട് കയറി. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ഉണ്ട് ഞാൻ കയറുന്നത്, അത് നമ്മുടെ അലക്സ് ക്യാപ്ചർ ചെയ്തത്. പിന്നെ പതുക്കെ അവിടെ റെസ്റ്റ് എടുത്ത് പിന്നെ നല്ല വ്യൂസൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് മേപ്പോട്ട് തിരിച്ചും കയറാൻ തുടങ്ങി. പിന്നെ നമ്മുടെ കിരൺ തൊട്ട് പുറകെ തന്നെ ഉണ്ട്. പിന്നെ കിരണിന് വേണ്ടി വെയിറ്റ് ചെയ്ത് പതുക്കെ മേപ്പോട്ട് കയറാൻ തുടങ്ങി. മേലിൽ കയറാനനുസരിച്ച് വ്യൂ അടിപൊളിയായിരുന്നു. ഈ നേച്ചറൊക്കെ സോ ബ്യൂട്ടിഫുൾ. ഒരു ബ്രേക്കിന് വേണ്ടി ഇവിടെ വരുമ്പോൾ അല്ലേ നല്ല റിഫ്രഷിങ് ആണ്. ഈ സ്ഥലമായിരുന്നു എൻ്റെ ഏറ്റവും ചാലഞ്ചിങ്. ഞാൻ ഇടയ്ക്ക് സ്റ്റക്കായിപ്പോയി. മേപ്പോട്ട് പോകുന്നു, താഴെപ്പോട്ട് പോകുന്നു, എന്തോ ഞാൻ അറിയത്തില്ല. കിരണിനോട് പറയായിരുന്നു ലെറ്റ്സ് ഗോ ബാക്ക്. പിന്നെ ജോയലും അലക്സും എന്നോട് പറഞ്ഞു ഡോണ്ട് വറി, അവിടെ ഒരു സ്റ്റെപ്പുണ്ട്, ചെറിയ സ്റ്റെപ്പ്, അത് പിടിച്ച് മേപ്പോട്ട് കയറി വരാമെന്ന്. ഒന്നും നോക്കിയില്ല, നേരെ ആ സ്റ്റെപ്പ് പിടിച്ചു ഒറ്റ പോക്കാം മേപ്പോട്ട്. അത് നിങ്ങൾക്ക് കാണാം. നാവിഗേറ്റ് ചെയ്ത് മേപ്പോട്ട് വരാൻ വേണ്ടി ഇറ്റ് വാസ് റിയലി ഫൺ ആൻഡ് ഭയങ്കര പേടിയായിപ്പോയി എനിക്ക്. ഒന്ന് ജെർക്കായ താഴെ പോയി. ഓക്കെ, അതായിരുന്നു എൻ്റെ ഏറ്റവും പേടി. പക്ഷേ നിറങ്ങി മറ്റേ സ്റ്റെപ്പിലോട്ട് കയറി. ഓക്കെ, എങ്ങനെയോ ആ ബാലൻസ് പിടിച്ചു, നേരെ വെച്ച് പിടിച്ചു. ചിലപ്പോൾ ലൈഫിൽ നല്ല ചാലഞ്ചസൊക്കെ വരുമ്പോഴല്ലോ നമ്മളൊന്ന് ബ്രേവ് ആവത്തുള്ളൂ. മേ ബി ഇത് നല്ലൊരു ലെസണായിരുന്നു എനിക്ക്. അടുത്ത സൈഡിൽ നമ്മുടെ കിരൺ പതുക്കെ വന്നുകൊണ്ടിരിക്കുക. സ്ലോലി ഈ ക്യാഷ്ഡ് അപ്പ് വിത്ത് അസ്. പിന്നെ 4 കാലിൽ ഇങ്ങനെ നാവിഗേറ്റ് ചെയ്ത് പതുക്കെ വന്ന് ജോയലും അലക്സും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡോണ്ട് ഗിവ് അപ്പ്. പിന്നെ അവർ പറഞ്ഞനുസരിച്ച് പതുക്കെ സ്റ്റെപ്പ് എടുത്ത് മേലി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല സ്റ്റീപ്പും പിന്നെ നല്ല പേടിയും ഉണ്ടായിരുന്നു. പക്ഷേ ഇറ്റ് മെയ്ഡ് മീ ബ്രേവ് ആൻഡ് ഫോക്കസ് ഉള്ളതുകൊണ്ട് എങ്ങനെയോ മേപ്പോട്ട് കയറി വന്നു. പിന്നെ ഇവിടെ പ്രൊട്ടക്ഷന് വേണ്ടി ഒന്നും ഇല്ല, റോപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഒൺലി ഫോറസ്റ്റ് ഗാർഡ് മാത്രം നമ്മുടെ കൂടെ ഉള്ളൂ. ഇറ്റ് വാസ് ഫൺ, അറ്റ് ദ സെയിം ടൈം ഇറ്റ് വാസ് വെരി സ്കേറി ടു. സത്യം പറഞ്ഞാൽ ഞാൻ ഓൾമോസ്റ്റ് എത്തിയെന്ന് വിചാരിച്ചു. പക്ഷേ ജസ്റ്റ് 50% നമ്മൾ എത്തിയതേ ഉള്ളൂ. നമ്മൾ ഫോറസ്റ്റ് ഗാർഡ് ഇപ്പോൾ എത്തും എന്ന് പറഞ്ഞ് എൻകറേജ് ചെയ്ത് പതുക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളി അടിപൊളിയായിരുന്നു, റിയലി നല്ല എൻകറേജിങ് ആയിരുന്നു. വേറെ ആരെങ്കിലും ആണെങ്കിൽ നമ്മളെ ഇട്ടിട്ട് പോയേനെ. ഇറ്റ് ഈസ് സോ ഫൺ, സോ ബ്യൂട്ടിഫുൾ. പിന്നെ മേലിൽ കയറി ഉടനെ അവിടെ കുറച്ച് റിമൈൻസ് ഉണ്ട്, കോമ്പൗണ്ട് വാള്. അത് ടിപ്പു സുൽത്താനോ കെമ്പേക്കോടെ ആരോ പണിഞ്ഞത്. അവിടുത്തെ വ്യൂ വാസ് അമേസിങ്. പിന്നെ അവിടെ നിന്ന് നമ്മുടെ കിരണോട് പറയായിരുന്നു ഡോണ്ട് കം അപ്പ്, റിസ്ക് ആണെങ്കിൽ അവിടെ തന്നെ ഇരുന്നു, അവിടെ റെസ്റ്റ് എടുത്തോളാം ഞാൻ പറയുമായിരുന്നു. പക്ഷേ കിരൺ
ഡിൻ ഗീവ് അപ്പ്, പതുക്കെ മേപ്പോട്ട് കയറി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ ഗ്രൂപ്പും പിന്നെ ഫോറസ്റ്റ് ഗാർഡും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരെയും ഒന്ന് എൻകറേജ് ചെയ്ത് മേപ്പോട്ട് കയറി പോകുമായിരുന്നു. മേജർ ചാലഞ്ചസ് ഓവർകം ചെയ്തു. പക്ഷേ ഇനി മേപ്പോട്ട് പോകുന്നതനുസരിച്ച് എഗെയിൻ ദർ ആർ ചാലഞ്ചസ്. തിരിച്ച് നല്ല റെസ്റ്റ് എടുത്ത് പതുക്കെ മേപ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജസ്റ്റ് ക്യാച്ചിങ് അപ്പ് വിത്ത് ജോയൽ ആൻഡ് അലക്സ്. പിന്നെ നമ്മുടെ ഫോറസ്റ്റ് ഗാർഡ് പറഞ്ഞ് സഡൻലി ഒരു ചീത്താൻ്റെ ഒരു പ്രസൻസ് ഉണ്ടെന്ന് പറഞ്ഞ അവിടെ. പിന്നെ പുള്ളി അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ലായിരുന്നു, ആനിമൽ പ്രസൻസ് ഒന്നുമില്ലായിരുന്നു. പക്ഷെ എന്തോ സൗണ്ട് പുള്ളി കേട്ടു. ഇവിടെ ആനിമൽ പ്രസൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഓൾവേസ് ബി മൈൻഡ്ഫുൾ. എപ്പോഴും നമ്മുടെ ഫോറസ്റ്റ് ഗാർഡ് പറഞ്ഞതനുസരിച്ച് തന്നെ എല്ലാവരും ഒരുമിച്ചിരിക്കുക. പിന്നെ ടോപ്പ് വ്യൂ വാസ് അമേസിങ്. പിന്നെ താഴോട്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴല്ലോ ആ വ്യൂസൊക്കെ നല്ല റിഫ്രഷിങ്ങാണ്, അടിപൊളിയാണ്. ഞാൻ ഒന്നും നോക്കിയില്ല, നമ്മുടെ ഫോറസ്റ്റ് ഗാർഡ് നടക്കുന്നതനുസരിച്ച് സിക്സാഗായിട്ട് പുള്ളീൻ്റെ പുറയിൽ വെച്ച് പിടിച്ചു. പിന്നെ എഗെയിൻ താഴോട്ട് നോക്കുക, തിരിച്ചൊന്ന് റിഫ്രഷ് ആവുക. നല്ല അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ പതുക്കെ ആഫ്റ്റർ ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഐ വാസ് ഗെറ്റിംഗ് യൂസ് ടു ദ വെതർ ആൻഡ് ടയർഡ്നെസ് എല്ലാം മാറാൻ തുടങ്ങി. പിന്നെ അടുത്ത വാട്ടർ ബോഡി കണ്ടു. കുറച്ച് നേരം അവിടെ ഇങ്ങനെ ആ വ്യൂസൊക്കെ കണ്ടു. പിന്നെ പതുക്കെ മേപ്പോട്ട് കയറാൻ തുടങ്ങി. നല്ല ക്ലൗഡി ആവാൻ തുടങ്ങി. നല്ല ഫോഗൊക്കെ അടിച്ച് മേപ്പോട്ട് കയറാൻ തുടങ്ങി. നല്ല കാറ്റും, വാവ്, കാറ്റ് മാത്രം സൂപ്പർബായിരുന്നു. നല്ല അടിച്ച് കയറുമായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, ഇറ്റ്സ് മാനേജബിൾ. സ്വെറ്ററൊക്കെ ഇട്ടുകൊണ്ടാണ് പോയത്. പിന്നെ പതുക്കെ മേളിൽ കയറി പോയിക്കൊണ്ടിരിക്കുക. നല്ല വെതറൊക്കെയാണ്. പിന്നെ സെയിം ടൈം കിരണും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ കയറിനനുസരിച്ച് നല്ല ഗ്രീനറിയ. ഇതൊരു വാട്ടർ ബോഡിയാണ്. അവിടെ വന്നിട്ട് നല്ല ചെടികളും പിന്നെ ചെറിയ മരങ്ങളൊക്കെ കിളിച്ചു വരുമായിരുന്നു. കാണാൻ അടിപൊളി ഭംഗിയായിരുന്നു. എഗെയിൻ നമ്മുടെ സൂര്യനെ നോക്കി ആയൊക്കെ പറഞ്ഞു. പിന്നെ ഫോഗ് അടിച്ച് കയറുമായിരുന്നു. നല്ല ക്ലൈമറ്റ്. ഇടയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ ബ്രേക്കൊക്കെ വേണം. മേലിൽ കയറുന്നതനുസരിച്ച് തൊട്ടപ്പുറത്ത് ഒരു ഡ്രൈ ചെടികളൊക്കെ കണ്ടു. പിന്നെ അപ്പുറത്ത് കാക്ടസ് പ്ലാന്റും ഇഷ്ടംപോലെ കാക്ടസ് അവിടെ. അവിടെ നല്ല മൊട്ടക്കുന്നാണെങ്കിലും മേലിൽ കയറുന്നതനുസരിച്ച് നല്ല സർപ്രൈസിങ് വ്യൂസും ഗ്രീനറീസും ഒക്കെ. സഡനായിട്ട് നമ്മുടെ ജോയലും അലക്സും സ്റ്റോപ്പ് ചെയ്ത് എന്തുവാണെന്ന് നോക്കാൻ വേണ്ടി എടുത്ത് നോക്കുമ്പം നല്ല സ്ട്രേഞ്ച് ആയിട്ടിരിക്കുന്ന ഒരു ചെടി, കാക്ടസിൻ്റെ ചെടിയായിരിക്കാം, അറിയത്തില്ല. പിന്നെ എടുത്തു പോയപ്പം അലക്സ് അവിടെ എന്തോ റിസർച്ച് ചെയ്യുന്നു. എന്തോ നോക്കാൻ പോയപ്പം അവിടെ എന്തോ ഒരു മഷ്റൂം. പിന്നെ നമ്മുടെ അലക്സ് അതിൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അടുത്ത വിഷയം, അവിടെ ഒട്ടും റേഞ്ചില്ല. ഓക്കെ, ഫോണിൽ ഒട്ടും റേഞ്ച് ഇല്ലായിരിക്കും. സോ ബി വെരി മൈൻഡ്ഫുൾ. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുക കൂടെ. അതർവൈസ് ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൾട്ട്. പിന്നെ നമ്മുടെ താഴെ ആ വില്ലേജിലൊക്കെ അവിടെ റേഞ്ച് ഉണ്ട്, പക്ഷെ മേലിൽ പോകുന്നതനുസരിച്ച് റേഞ്ചൊന്നും കാണത്തില്ല. പിന്നെ അടുത്ത് അവിടെ ഒരു ചെറിയ വാട്ടർ ബോഡി കണ്ട ഒരു തവളയും ഉണ്ടായിരുന്നു. നമ്മളെ കണ്ടൊന്ന് ഓടി ചാടി അകത്ത് കയറി ഒരു മണ്ണകത്ത് അങ്ങ് കയറിപ്പോയി. സോ ഐ കുഡൻ ടേക്ക് ദ വീഡിയോ. പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നേരെ തിരിച്ചും കയറാൻ തുടങ്ങി. പിന്നെ ജോയലിനെ അലക്സിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ഫോറസ്റ്റ് ഗാർഡും കൂടെയുണ്ട്. പിന്നെ നമ്മുടെ കിരണും തൊട്ട് താഴെയുണ്ട്. സ്ലോലി കമ്മിങ് റെസ്റ്റൊക്കെ എടുത്ത്. നോ വൺ എക്സ്പെക്റ്റഡ് ഇത്ര വലിയ ഡിഫിക്കൽട്ട് ട്രക്കായി മാറുമെന്ന്. മേലിൽ കയറുന്നതനുസരിച്ച് ഡ്രൈ പ്ലാന്റ്സും പിന്നെ ഡ്രൈ ട്രീസും ഒക്കെ കണ്ട് അടിപൊളിയായിരുന്നു. നല്ല സ്ട്രേഞ്ച് ആയിരുന്നു. പിന്നെ വലിയൊരു വാട്ടർ ബോഡി ഉണ്ടായിരുന്നു. ഏതാണ്ട് 16 to 17 ഫീറ്റാണെന്നാണ് പറയുന്നത്. ഇവിടെ വരുവാണെങ്കിൽ പ്ലീസ് വെള്ളത്തിൽ കളിക്കല്ല, ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. പിന്നെ അവിടെ വന്നിട്ട് കെമ്പയുടെ പണിഞ്ഞ മണ്ടപ്പ എന്നാണ് പറയുന്നത് ബിൽഡിങ്. ഓക്കെ, സോ അതൊക്കെ കണ്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അവിടെ നോക്കുമ്പോഴും ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ. ഓക്കെ, പ്ലീസ് കീപ് ദ എൻവയറമെൻറ്റ് സേഫ്. നിങ്ങൾ വെള്ളമൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ സേഫ്ലി താഴെ പോയി ഡിസ്പോസ് ചെയ്യുക പ്ലാസ്റ്റിക് ബോട്ടിൽസും പിന്നെ പ്ലാസ്റ്റിക് കവേഴ്സൊക്കെ. ഇവിടെ വന്നിട്ട് പ്ലാസ്റ്റിക് ഈസ് പ്രോഹിബിറ്റഡ്, സോ ഒബേ ദ റൂൾസ്. ഇപ്പം കാണുന്ന മല വന്നിട്ട് നമ്മുടെ സമ്മിറ്റ്. എങ്ങനെയെങ്കിലും നമ്മൾ കയറി എത്തിയാൽ മതിയെന്നായിരുന്നു. പതുക്കെ നമ്മൾ കയറാൻ തുടങ്ങി. പിന്നെ അത് കയറാൻ അറ്റ്ലീസ്റ്റ് 20 to 30 മിനിറ്റ്സ് എങ്കിലും എടുക്കും. പതുക്കെ കയറാൻ തുടങ്ങി. റെസ്റ്റൊക്കെ എടുത്ത് എഗെയിൻ ആ വലിയ വാട്ടർ ബോഡി ഒന്ന് കണ്ട് സൂപ്പർബായിരുന്നു. ഓക്കെ, ഈ വലിയ മലേൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വാട്ടർ ബോഡി. പിന്നെ നല്ല കാറ്റും പിന്നെ സൂര്യനിങ്ങനെ ഉദിച്ച് വരുമായിരുന്നു. റിയലി എൻജോയ്. നല്ല ഫണ്ണായിരുന്നു കൂടെ പോകാൻ വേണ്ടി. പിന്നെ പതുക്കെ നമ്മൾ അലക്സും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ജോയലിനെ നമ്മൾ ക്യാച്ചപ്പ് ചെയ്യാൻ തുടങ്ങി. സൂപ്പർ. തൊട്ടപ്പുറത്ത് എഗെയിൻ ചെറിയൊരു സ്റ്റോൺ ബിൽഡിംഗ് അല്ല, സ്റ്റോൺ വെച്ച് എന്തോ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കെമ്പയുടെ പണിഞ്ഞെന്നാണ് പറയുന്നത്. ഗുഡ്, നൈസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ വ്യൂ ഒക്കെ കണ്ട് പതുക്കെ നമ്മുടെ സമ്മിറ്റിലോട്ട് കയറാൻ പോവുക. ഓക്കെ, ഇവിടുന്ന് നമ്മുടെ ഇറ്റ്സ് ബിക്കമിങ് വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ഈ സ്റ്റീപ്പ് ഇത് കയറിയ ഉടനെ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഈസി.
ഓക്കെ, ഇവിടെ വരെ നമ്മൾ എങ്ങനെയും കയറി പറ്റിയാൽ മതി, പിന്നെ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഈസി. പക്ഷേ ഇവിടെ ഒത്തിരി സർപ്രൈസസ് ഉണ്ട്, നല്ല മരങ്ങൾ, നല്ല ചെടികൾ. സൂപ്പർബ്, ഓസം. ഇങ്ങനെ ചെടികളെ ഇടയ്ക്ക് ഇങ്ങനെ കയറി പോകാനല്ലേ നല്ല സുഖം, അടിപൊളിയാണ്. സെയിം ടൈം ഇവിടെ പാമ്പൊക്കെ ഉള്ളതുകൊണ്ട് പ്ലീസ് ബി വെരി മൈൻഡ്ഫുൾ. ഓക്കെ, നമ്മൾ പോകുന്ന സമയത്തൊന്നും നമ്മൾ കണ്ടില്ല. ഓക്കെ, നമ്മുടെ മൂവ്മെൻറ്റ്സൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അത് മാറിപ്പോയ. നല്ല സർപ്രൈസിങ് ആയിരുന്നു. ഇത് ഹില്ലിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം. ഇവിടെ തന്നെ നല്ല ചെടികളും പിന്നെ മരങ്ങളൊക്കെ കാണാൻ നല്ല സൂപ്പർബായിരുന്നു. എവിടെയൊക്കെ സോയിലുണ്ടോ അവിടെയൊക്കെ നല്ല ലൈഫാണ്. സൂപ്പർബ്, റിയലി എൻജോയ്. നല്ല കാറ്റും ഇതിൻ്റെ ഭംഗിയൊക്കെ എൻജോയ് ചെയ്ത് പതുക്കെ മേലിൽ കയറിക്കൊണ്ടിരിക്കുക. പിന്നെ മേലിൽ കയറുന്നതനുസരിച്ച് ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഓക്കെ, നല്ല ക്ലൗഡിയും ഒക്കെ അടിപൊളിയായിരുന്നു. സൂര്യനിങ്ങനെ ഉദിച്ച് വരുമായിരുന്നു. റിയലി എൻജോയ്ഡ്. പിന്നെ കിരണും നമ്മളെ ക്യാച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ജോയലുണ്ട് കൂടെ, അലക്സും കൂടെ ഉണ്ട്, നമ്മുടെ ഫോറസ്റ്റ് ഗാർഡ് നമ്മളെ കൂടെ ഉണ്ട്. മേലിൽ കയറുന്നതനുസരിച്ച് എക്സൈറ്റ്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇത് അധികം സ്റ്റീപ്പില്ലാത്തതുകൊണ്ട് ഈസി ആയിട്ട് നമ്മൾ കയറി പോകുമായിരുന്നു. സൂപ്പർ. പിന്നെ ഇങ്ങനെ മേലിൽ കയറുന്നതനുസരിച്ച് നല്ല ഗ്രീനറിയും നല്ല വ്യൂ ഒക്കെ ആയിരുന്നു. സൂപ്പർബായിരുന്നു. ഇവിടുത്തെ മണ്ണൊക്കെ കണ്ടോ ഹിൽ ടോപ്പിൽ. സൂപ്പർ. സഡനായിട്ട് അവിടെ ട്രാഫിക് ജാം എന്തോന്ന് നോക്കുമ്പം അവിടെ വന്നിട്ട് ചീത്തേൻ്റെ ഒരു മാർക്കിങ്, ടെറിട്ടറി മാർക്ക് ചെയ്തെന്ന് നമ്മുടെ ഫോറസ്റ്റ് ഗാർഡ് പറഞ്ഞ്, ഇതാ ചീത്തേൻ്റെ ടെറിട്ടറി മാർക്കിങ്. അങ്ങനെ പുള്ളി പറഞ്ഞ് പിന്നെ അതും കണ്ട് സന്തോഷമായിട്ട് മേപ്പോട്ട് പോകുമായിരുന്നു. പക്ഷെ അവിടെ ഒന്നും ആനിമൽ സൈറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു, സേഫായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നല്ല സർപ്രൈസസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കയറാൻ വലിയ ടെൻഷനൊന്നുമില്ലായിരുന്നു. ഈസി ആയിട്ട് വിത്തൗട്ട് എനി ചാലഞ്ച് നമ്മളെല്ലാവരും കയറിപ്പോയി. പക്ഷേ ഈ ഭാഗം വന്നിട്ട് നമ്മുടെ ആ ഹില്ലിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗമാണ്. അപ്പോൾ അവിടെ നല്ല ഗ്രീനറിയൊക്കെ കണ്ട് സന്തോഷമായി മേപ്പോട്ട് കയറി പോകുമായിരുന്നു. നമ്മൾ വെളിയിൽ നിന്ന് കാണുമ്പം ഇതൊരു ജസ്റ്റ് ഒരു മൊട്ടക്കുന്ന, പക്ഷേ നമ്മൾ കയറി വരുമ്പം ഒത്തിരി നല്ല സർപ്രൈസസും ഗ്രീനറീസും ഒക്കെ കാണുമ്പോൾ നല്ല സന്തോഷമാവും. നല്ല റിഫ്രഷിംഗ് ആയിരുന്നു. ഗോഡ് ഹാസ് മെയ്ഡ് എവറിത്തിങ് സോ ബ്യൂട്ടിഫുൾ. ഇങ്ങനത്തെ ട്രക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ്, നല്ല റിഫ്രഷിംഗ് ഒക്കെയാണ്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുമായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ക്ലൈംബ്. സ്റ്റാർട്ടിങ് ട്രക്ക് തുടങ്ങുമ്പോൾ നല്ല ചാലഞ്ചസ് ഒക്കെ ആയിരുന്നു. പക്ഷേ ആ പേടിയൊക്കെ മാറി മേലിൽ കയറുന്നതനുസരിച്ച്. ഫോറസ്റ്റ് ഗാർഡ് നല്ല സപ്പോർട്ടീവാണ്. പിന്നെ പുള്ളി ഒത്തിരി അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് നമ്മൾ പോകുമായിരുന്നു. അന്ന മല നമ്മുടെ സമ്മിറ്റ് നല്ല അടിപൊളിയായിട്ട് കയറി നമ്മൾ പോകുമായിരുന്നു. പിന്നെ നമ്മൾ ചെറിയ ബ്രേക്ക് എടുത്തു. പിന്നെ നമ്മുടെ ഫോറസ്റ്റ് ഗാർഡ് ഒരു മരം നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഏത് മരമെന്ന് നമ്മളോട് ചോദിച്ചു. അപ്പം മണിപ്പിക്കാൻ തന്നു. ബട്ട് വി ഡിഡ്ന്റ് ഗെറ്റ് എനി ക്ലൂ. അപ്പം പുള്ളി പറഞ്ഞു ഇത് വന്നിട്ട് വൈൽഡ് മാംഗോ ട്രീ എന്നാണ് പറയുന്നത്. ഇത് ഒത്തിരി മെഡിസിൻ ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നല്ലൊരു മണമായിരുന്നു. സെയിം മാംഗോൻ്റെ ഒരു മണം ഉണ്ടായിരുന്നു. മാംഗോ ട്രീൻ്റെ ലീവ്സിൻ്റെ ഒരു മണം ഉണ്ടായിരുന്നു. പിന്നെ അഗെയിൻ സന്തോഷമായിട്ട് അടുത്ത ബ്രേക്ക് എടുത്ത് അടുത്ത സ്ഥലത്തോട്ട് ഇങ്ങനെ കയറി പോകുമായിരുന്നു. ഈ പാറിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ അടിപൊളിയായിരുന്നു. സൂപ്പർബ്. പിന്നെ നമ്മുടെ സമ്മിറ്റ് തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. ഇനി 10 മിനിറ്റ്സേ ഉള്ളൂ. പതുക്കെ സന്തോഷമായി എല്ലാവരും കയറുമായിരുന്നു. എല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കിരൺ വിളിച്ചു പറഞ്ഞു, ഇനി അവർക്ക് വരാൻ ഒക്കത്തില്ല, ഇനി ഇറ്റ്സ് എ ബ്രേക്ക്. പിന്നെ സേഫായിട്ടുള്ള സ്ഥലത്ത് കിരൺ ബ്രേക്ക് എടുക്കാൻ തുടങ്ങി. ബൈ ദെൻ വി സ്റ്റാർട്ടഡ് മൂവിങ്. ഈ ഹില്ലിൻ്റെ കല്ലുകളുടെ ഇടയിൽ കൂടെയൊക്കെ പതുക്കെ കയറാൻ തുടങ്ങി. ഇവിടേക്ക് അധികം ചാലഞ്ചസ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. പക്ഷേ ഈ സ്ഥലം വന്ന് ഭയങ്കര സ്റ്റീപ്പായിരുന്നു. ഈ സ്ഥലമൊക്കെ ഭയങ്കര സ്റ്റീപ്പാണ്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ടു. നിങ്ങളോട് വരുവാണെങ്കിൽ പ്ലീസ് ബി വെരി മൈൻഡ്ഫുൾ. നിങ്ങൾ നമ്മുടെ ഫോറസ്റ്റ് ഗാർഡ് പറഞ്ഞതനുസരിച്ചാണ് നിങ്ങൾ മുമ്പോട്ട് പോവുക. പിന്നെ സഡനായിട്ട് നമ്മൾ ടോട്ടലി ഡിഫറെൻറ്റ് വൈബായി. അടിപൊളി ഒരു കേവിൻ്റെ ലുക്കായിരുന്നു. ഈ പാറൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ കയറി പോകാൻ വേണ്ടി നല്ലൊരു വൈബായിരുന്നു. നല്ല തണുപ്പും സൂപ്പർബായിരുന്നു. പിന്നെ അതൊക്കെ കണ്ട് അതൊക്കെ ഫീൽ ചെയ്ത് നേരെ പതുക്കെ നമ്മൾ സമ്മിറ്റിലോട്ട് നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പം നല്ല സന്തോഷമായിരുന്നു. സംസാരിച്ച് വാചടിച്ചുകൊണ്ടൊക്കെ കയറി പോവുക. പിന്നെ അവിടെ നിന്ന് പതുക്കെ ആ കേവിൽ നിന്ന് പതുക്കെ നമ്മൾ എക്സിറ്റായി. അടിപൊളി വൈബായിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ അടുത്ത് നോക്കുമ്പം എഗെയിൻ ചെറിയൊരു ചാലഞ്ച്. പക്ഷേ സ്റ്റെപ്സിനോട്ടിരിക്കുന്ന സ്റ്റോൺസും പിന്നെ ബ്രാഞ്ചിൻ്റെ സപ്പോർട്ടൊക്കെ പിടിച്ച് നമ്മൾ മേപ്പോട്ട് കയറി. ഫസ്റ്റ് ഒരു 1 hour ഭയങ്കര ചാലഞ്ചായിരുന്നു. പിന്നെ അവിടുന്ന് വി സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് യൂസ് ടു ദ വെതർ
ഇറ്റ് വാസ് റിയലി ഫൺ. അത് കഴിഞ്ഞിട്ട് ഇറ്റ്സ് വെരി ഈസി ടു ക്ലൈംബ് അപ്പ് ഓൾസോ. പിന്നെ നമ്മൾ ഫൈനലി നമ്മുടെ സമ്മിറ്റ് എത്തി. അടിപൊളി വ്യൂ ആയിരുന്നു അവിടെ. അവിടെ നിന്ന് ഒരു അമ്പലവും ഉണ്ട് അവിടെ തന്നെ. പിന്നെ തൊട്ടപ്പുറത്ത് നമ്മൾ ഒരു 45 മിനിറ്റ്സ് ഇരുന്നു. പിന്നെ 360 ഡിഗ്രി അവിടുത്തെ വീഡിയോ ഒക്കെ ഒന്ന് കവർ ചെയ്തു. നല്ല ഫോഗി ആയിരുന്നു. നമ്മൾ എത്തിയപ്പോൾ അവിടെ ക്ലോസ് ടു 8:45 to 9 ആയി. അടിപൊളിയായിരുന്നു, നല്ല ഫോഗി. എല്ലാവരും ഒന്ന് ഇരുന്ന് സംസാരിച്ചു. നല്ല കാറ്റും. ഇവിടെ നല്ല സ്റ്റീപ്പാണ്, നല്ല കൊക്കയത്. ബി സേഫ്. ഓക്കെ, നിങ്ങൾ വരുവാണെങ്കിൽ നല്ല അടിപൊളി എൻജോയ്മെൻ്റ് ആയിരുന്നു. എല്ലാവരും ഒന്ന് ഇരുന്നു, നല്ല ചിരിച്ചു, സംസാരിച്ചു. ഓക്കെ, ടുക്ക് സം ടൈം. ഓക്കെ, ഇത്ര കഷ്ടപ്പെട്ട് നമ്മളിവിടെ കയറി വന്ന് പിന്നെ എല്ലാവരും ഒന്ന് സ്ഥലമൊക്കെ കണ്ട് പതുക്കെ നമ്മൾ ഇറങ്ങാൻ തുടങ്ങി. ഇറങ്ങുമ്പം ഐ ഡിഡ്ന്റ് ഫീൽ ദ പിഞ്ച്. ഇറ്റ് വാസ് റിയലി ഈസി ഫോർ മീ ടു കം ഡൗൺ. അലക്സിനും ജോയലിനും കുറച്ച് ചാലഞ്ചാണെന്ന് അവർ പറഞ്ഞത്. പക്ഷേ ഐ ഫെൽറ്റ് ഓക്കെ, ഇറ്റ് വാസ് വെരി ഈസി ഫോർ മീ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ബുക്കിംഗ്. നമ്മൾ കർണാടക എവിടെ ട്രക്കിംഗ് ചെയ്താലും നമ്മൾ ഓൺലൈൻ ബുക്കിംഗ് ചെയ്തേ പറ്റൂ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഞാൻ തരുന്നുണ്ട്. പിന്നെ നമ്മൾ ബുക്ക് ചെയ്ത് വന്നിട്ട് വെബ്സൈറ്റ് അരണ്യ വിഹാര ഗവൺമെൻറ് വെബ്സൈറ്റാണ്. പിന്നെ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു അവർ സ്റ്റോറി ടെല്ലിങ്. താഴെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു. പിന്നെ കാണുന്ന വാട്ടർ ബോഡി വന്നിട്ട് അർക്കാവതി റിവറിൻ്റെ. അടിപൊളി എൻജോയ് ചെയ്ത് പതുക്കെ ഇറങ്ങി വരുമായിരുന്നു. സൂപ്പർബ്. എല്ലാവരും നല്ലതായിട്ട് സംസാരിച്ച് നല്ല സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് റിയലി നൈസ്. പിന്നെ നമ്മുടെ ഫോറസ്റ്റ് ഗാർഡ് വൈൽഡ് മാംഗോ ട്രീൻ്റെ ഇലകളൊക്കെ പറിച്ച് ആർക്കൊണ്ട് കൊടുക്കാൻ വേണ്ടി വരുക. മെഡിസിൻ വാലിയൊക്കെ ഉള്ളത്. ബൈ ദെൻ വി റീച്ച്ഡ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. പിന്നെ നമ്മുടെ സാംസൺ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നല്ല സന്തോഷമായി, അടിപൊളിയായിരുന്നു. മെയിൻലി നമ്മളെത്തി. ഐ തിങ്ക് 1 hourനകത്ത് നമ്മളെത്തി. 1 hourന് അടിപൊളി, സൂപ്പർ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വെരി ടയറിങ് ആയിരുന്നു മേലിൽ പോകുമ്പം. പിന്നെ പതുക്കെ ഐ വാസ് ഗെറ്റിംഗ് യൂസ് ടു ഇറ്റ്. അടിപൊളി, നല്ല വ്യൂ, നല്ല കാറ്റ്, ഫ്രഷ് എയർ. വാട്ട് എൽസ് യു നീഡ്? താങ്ക് ഗോഡ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി നമ്മൾ അടുത്ത വീഡിയോ കാണാം.